പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം തുടർന്ന് ഇന്ത്യ നടത്തിയ തിരിച്ചടിക്കും ഇടയിൽ പാകിസ്ഥാന് പിന്തുണയുമായി എത്തിയ രണ്ട് രാജ്യങ്ങളായിരുന്നു, ഒന്ന് തുർക്കിയും മറ്റൊന്ന് അസർബൈജാനും. അർമേനിയയ്ക്ക് ഇന്ത്യയാണ് ആയുധങ്ങൾ നൽകുന്നത്. ആ കലിപ്പാണ് അസർബൈജാൻ തീർത്തത്. തുർക്കി പരമ്പരാഗത ശത്രുപക്ഷത്ത് തന്നെയാണ് പണ്ടും നിലകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനിടയിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ നീക്കം വെളിപ്പെടുത്തുന്നത്. ഈ പഹൽഗാമിലെ ആക്രമണം നടക്കുന്ന ഏപ്രിൽ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലായിരുന്നു. പ്രധാനപ്പെട്ട 4 കരാറുകൾ ഒപ്പുവെക്കുന്നതിനാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലെത്തിയത്. പക്ഷേ ഈ ഭീകരാക്രമണത്തിന്റെ വാർത്ത അറിഞ്ഞതിന് ഉടൻ തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിക്കുകയായിരുന്നു. മെയ് 7 ഇന്ത്യ അതിന് പ്രത്യാക്രമണം നടത്തി, ഭീകര കേന്ദ്രങ്ങൾ തച്ചുടച്ചു. മെയ് 8 സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു അതിഥി പറന്നിർത്തി. മുന്നറിയിപ്പില്ലാതെ തന്നെ സൗദിയുടെ വിദേശകാര്യമന്ത്രി ആദിൽ അൽ ജുബൈർ ആയിരുന്നു അത്. അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. പിന്നീട് അദ്ദേഹം പാകിസ്ഥാനിലേക്കാണ് പോയത്. അതിനുശേഷം 9-നും 10-നും പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, തുർക്കിയും പാകിസ്ഥാനും അവസരം കിട്ടുമ്പോഴൊക്കെ സൗദിയെ പണിതിരുന്നു. അതിനൊരു മധുര പ്രതികാരമാണ് ഇപ്പോൾ സൗദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. പാകിസ്ഥാനെ സംബന്ധിച്ച് സൗദി അറേബ്യ അത്ര എളുപ്പം മറക്കാൻ കഴിയുന്ന രാജ്യമല്ല. പാകിസ്ഥാന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്നും താങ്ങും തണലുമായി നിന്ന രാജ്യമാണ് സൗദി അറേബ്യ. എന്നാൽ IS വളർന്നു വന്നതോടുകൂടി സൗദി പതുക്കെ പാകിസ്ഥാനിൽ നിന്നും അകന്നു തുടങ്ങിയിരിക്കുന്നു. പിന്നീട് അകൽച്ച കുറച്ചധികമായി മാറുകയും ചെയ്തിരിക്കുന്നു. ഇതിനിടയിലാണ് മിഡിൽ ഈസ്റ്റിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ തുർക്കി ഖത്തറുമായി ചേർന്നൊരു കുറുമുന്നണിക്ക് നീക്കം നടത്തിയത്. ഇതും സൗദിക്ക് അസ്വാരസ്യം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. 2019 കോലാലംപൂരിൽ നടന്ന ഉച്ചകോടിയിൽ പാകിസ്ഥാനും മലേഷ്യയും തുർക്കിയും ഇന്തോനേഷ്യയും പങ്കെടുത്തു. ഇതിൽ പങ്കെടുക്കരുതെന്ന് പാകിസ്ഥാനോട് സൗദി അറേബ്യ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടി പറഞ്ഞത് പാകിസ്ഥാൻ ആയിരുന്നില്ല, പകരം തുർക്കി ആയിരുന്നു. എർദോഗൻ പറഞ്ഞത് പാകിസ്ഥാനെ വിരട്ടുന്നു എന്നാണ്. അതായത് സൗദി അറേബ്യ വിരട്ടുന്നു എന്ന പ്രസ്താവനയോടുകൂടി തുർക്കി തങ്ങളുടെ പരസ്യമായ നിലപാട് വെളിപ്പെടുത്തുകയും ചെയ്തു. 2015 യമൻ കലാപത്തിൽ സൗദിക്ക് വേണ്ടി പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ഒരു തിരിച്ചടി എന്നവണ്ണമാണ് ഇന്ത്യയിൽ ഭീകരാക്രമണം നടന്നപ്പോൾ ആദ്യമായി പ്രതികരിച്ച് സൗദി പറഞ്ഞത്, ഞങ്ങൾ എന്നും ഭീകരവാദത്തിനെതിരാണ്, ഭീകരവാദത്തിന് ഇന്ത്യയോടൊപ്പം ഉറച്ചു നിന്ന് പോരാടും എന്ന് പറയുകയുണ്ടായി. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴും ഒപ്പം തന്നെ ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക ഇടനാഴി കടന്നു പോകുന്നിടത്ത് തുർക്കിക്ക് ഒരു അവസരം ഇല്ലാതിരിക്കുകയും കൂടി ചെയ്യുന്നൊരു സാഹചര്യം. ഇവിടെ പശ്ചിമേഷ്യയിൽ പുതിയൊരു സഖ്യം രൂപപ്പെടുന്നു. തുർക്കിക്കും പാകിസ്ഥാനും ബദലായി വളർന്നു വരുന്നൊരു സഖ്യം. ഇന്ത്യയുമായി വമ്പൻ കരാറുകളാണ് സൗദി അറേബ്യ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ എത്തിയത്. ചരിത്രത്തിൽ ആദ്യമായി സൗദി അറേബ്യ പരസ്യമായി തന്നെ പാകിസ്ഥാനെ തള്ളിപ്പറയുകയും ഇന്ത്യക്കൊപ്പം നിലപാടെടുക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ നീക്കം സൗദിക്കും പാകിസ്ഥാനും പണി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് സൗദി വഴിയാണ് പുതിയ നീക്കവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.